പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ സൈനിക താവളത്തിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബന്നു കന്റോൺമെന്റിലെ സുരക്ഷാ സംവിധാനത്തിലേക്ക് 2 ചാവേർ ബോംബർമാർ സ്ഫോടകവസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ ഓടിച്ചുകയറ്റിയാണ് ചാവേർ ആക്രമണം നടത്തിയത്. റംസാൻ നോമ്പ് തുറന്ന ഉടനെ സമീപത്തെ പള്ളിയുടെ മേൽക്കൂര സ്ഫോടനത്തിൽ തകർന്നു വീണു. സ്ഫോടനത്തിന് ശേഷം തീവ്രവാദികൾ സൈനിക കേന്ദ്രത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാസേന ശ്രമം പരാജയപ്പെടുത്തി. സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 6 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ബനുവിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹാഫിസ് ഗുൽ ബഹാദൂറുമായി ബന്ധപ്പെട്ട ജെയ്ഷ് അൽ ഫുർസാൻ ഏറ്റെടുത്തു. തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാനിലെ നിരവധി വിഭാഗങ്ങളിൽ ഒന്നാണ്. അതിലുൾപ്പെടുന്ന തീവ്രവാദ സംഘടനയാണ് അൽ ഫുർസാൻ എന്ന സംഘവും. സ്ഫോടനങ്ങളിൽ 4 അടി ഉയരമുള്ള 2 ഗർത്തങ്ങളാണ് രൂപപ്പെട്ടത്. മേഖലയിലുള്ള 8 വീടുകളെങ്കിലും തകർന്നുവെന്നാണ് റിപ്പോർട്ട്. സ്ഫോടനത്തെക്കുറിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടുകയും ചെയ്തു. അതേ പ്രവിശ്യയിലെ തന്നെ പാകിസ്ഥാനിലെ ഒരു ഇസ്ലാമിക മതപഠനശാലയിൽ 6 പേർ കൊല്ലപ്പെട്ട ചാവേർ ബോംബാക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആക്രമണമുണ്ടായത്. 2024-ൽ മാത്രം പാകിസ്ഥാനിൽ ബോംബാക്രമണത്തെ തുടർന്ന് 1600-ൽ-അധികം ആളുകളുടെ ജീവനാണ് നഷ്ടമായതെന്നാണ് ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള വിശകലന ഗ്രൂപ്പായ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ നിരവധി ആക്രമണങ്ങൾക്ക് തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ ഉത്തരവാദികളാണ്. കൂടാതെ താലിബാൻ ഗ്രൂപ്പിന്റെ വിവിധ വിഭാഗങ്ങൾ പ്രാദേശിക സ്ഥിരതയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദം കൈകാര്യം ചെയ്തതിന് പാകിസ്ഥാൻ സർക്കാർ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. തീവ്രവാദത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ചിലർ വാദിക്കുന്നു. എന്നിരുന്നാലും തീവ്രവാദ ശക്തികേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടികൾ ആരംഭിക്കുന്നതുൾപ്പെടെ ഭീകരതയെ നേരിടുന്നതിലും പാകിസ്ഥാൻ സർക്കാർ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇത്തരം അക്രമങ്ങൾ നേരിടുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ നടത്തിയ ത്യാഗങ്ങളെ ആഗോള സമൂഹം തിരിച്ചറിയുകയും ഇത്തരം വെല്ലുവിളികളെ മറികടക്കാൻ രാജ്യത്തെ സഹായിക്കുന്നതിന് പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുകയും വേണം. ബന്നു കന്റോൺമെന്റിലെ സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണം പാകിസ്ഥാനിൽ തീവ്രവാദം ഉയർത്തുന്ന തുടർച്ചയായ ഭീഷണിയുടെ ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലാണ്. ഇത്തരത്തിലുള്ള വിപത്തുകളെ ചെറുക്കുന്നതിന് തുടർച്ചയായ ജാഗ്രതയും സഹകരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യത്തെ ഊന്നിപ്പറയുകയാണ്. പാകിസ്ഥാൻ തങ്ങളുടെ പൗരന്മാരുടെ നഷ്ടത്തിൽ ദുഃഖിക്കുമ്പോൾ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനൊപ്പം നിൽക്കണം.